രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്താണ് ഇങ്ങനെ മാറുന്നത് എന്ന് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ നഗർ ശികാന്തം എതിർത്തുകൊണ്ട് ആദ്യം 2 വീഡിയോ ചെയ്യുന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നീട് വീഡിയോ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തുകൊണ്ട് 2 വീഡിയോ ചെയ്യുന്നു. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏകദേശമൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നു. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കടേ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത് ചിലപ്പോ രാഹുൽ മാങ്കൂട്ടം പക്ഷക്കാർക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുന്ന സ്വഭാവം എനിക്കില്ല. അത് ആര് തന്നെ ആയിരുന്നാലും എന്റെ നിലപാടുകൾ ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് മാറ്റണോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു കേസ് ആ സന്ദർഭത്തിൽ ആ കേസിന്റെ മെറിറ്റ് എങ്ങനെയാണ് എന്ന് നോക്കും. എന്താണ് ഞാൻ അവിടെ പറയേണ്ടത് എന്ന് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത വീഡിയോ ചെയ്യുമ്പോഴേക്കും അതിന്റെ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റാറ്റസിനനുസരിച്ചിട്ടാണ് അപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാകാം. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു വിഷയം വരുന്നു. ഇത്തരത്തിലൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചു എന്ന നിലയിലുള്ള ഒരു വോയിസ് നോട്ട് പുറത്തു വരുന്നു. എനിക്കറിയില്ല അന്ന് ആ പെൺകുട്ടി വിവാഹിതയാണോ മറ്റോ എന്ന്. പെൺകുട്ടി എനിക്കറിയാം. പെൺകുട്ടി ആരാണ് അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നൊക്കെ അതിന് ഏകദേശം കുറച്ച് നാൾ മുമ്പേ മറ്റ് സുഹൃത്തുക്കൾ മുഖേന ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ അത് വിവാഹിതയാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അക്കാര്യം അവരെന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. കാരണം മറ്റുള്ളവരുടെ അവിഹിത കാര്യങ്ങളിലേക്ക് ചെന്ന് തലയിട്ടിട്ട് അതിനെ വാർത്തയാക്കി അതിനെ വരുമാനമാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ ചോദിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് അത് ചെയ്തത് തെറ്റാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഒരു പൊതുപ്രവർത്തകനായി നിലനിൽക്കെ ആ പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കുന്ന, അദ്ദേഹം ഏത് വീട്ടിലേക്കും ഏത് അട്ടപ്പാരിക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ആളാണ്. അങ്ങനെയുള്ള ഒരാൾ അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പേരുദോഷം കേൾപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2 വീഡിയോകൾ താക്കീതോണം ചെയ്തു. അതവിടെ തീർന്നു. എന്റെ പ്രതിഷേധമായിരുന്നു, അത് എന്റെ അഭിപ്രായമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ കണ്ടത് ഇതൊരു രാഷ്ട്രീയ നീക്കമാക്കി കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊലവിളിക്കുന്ന ഒരു വിഭാഗത്തെ, CPM-നെയും മറ്റുള്ളവരെയും ഒക്കെയാണ്, BJP അങ്ങനെ വലിയൊരു വിഭാഗം ഒരു അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ് കണ്ടത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അദ്ദേഹത്തെ ആ നിയമ നടപടികൾക്ക് വിധേയനാക്കി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കണം. ഇല്ലെങ്കിൽ വെറുതെ വിടണം. അത്രേ ഉള്ളൂ. ആ നടപടി അവർ തീരുമാനിക്കട്ടെ. ഇവിടെ മാധ്യമങ്ങൾ വിചാരണ നടത്തേണ്ട, മാധ്യമങ്ങളുടെ കോലം തൂക്കിയുള്ള ചോദ്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു. ആ കുറ്റകൃത്യത്തിനോ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയോ അല്ല, രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആ അക്രമത്തെയാണ് ഞാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. എന്റേതായ ലെവലിൽ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും 2ാമത്തെ വോയിസ് വരുന്നത്. ആ 2ാമത്തെ വോയിസിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു വോയിസാണ്. ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടി അവളുടെ ആദ്യ മാസത്തിൽ, 1 മാസം കൊണ്ടാണ് ആ സമയം, ഫോൺ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്, വളരെ ക്രൂരമായിട്ട് തെറി വിളിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസാണ് അവിടെ പുറത്തു വന്നത്. അത് ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. കാര്യം എന്റെ ജോലി, എന്റെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എന്റെ പണി എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഞാൻ കൗൺസിലറാണ്, ഫാമിലി കൗൺസിലറും. അതുപോലെ ഇതുപോലെ സ്ട്രെസ് ആയിട്ട് വരുന്ന, ടെൻഷൻ അടിച്ച് വരുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിൽ മാനസികമായി മാനസിക പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ വിളിച്ചിട്ട് 4 ഫയർ ചെയ്താൽ എനിക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല എന്ന്. അത് രാഹുൽ മാങ്കൂട്ടമല്ല, ആരായാലും എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് വളരെ ശക്തമായി ഞാൻ അതിനെ എതിർത്തുകൊണ്ട് 2 വീഡിയോ ഞാൻ ചെയ്തു വീണ്ടും. പക്ഷെ പിന്നെ എന്തുകൊണ്ട് വീണ്ടും രാഹുലിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ട്. അതായത് ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യം. അത്തരത്തിലുള്ള നിയമ നടപടികളൊന്നും ആ പെൺകുട്ടി ആ സമയത്ത് സ്വീകരിച്ചില്ല, പരാതി കൊടുത്തില്ല. 3 മാസക്കാലം നീണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ 3 മാസക്കാലമായിട്ടും പരാതി കൊടുത്തിട്ടില്ല. ഈ വോയിസ് നോട്ട് പുറത്തു വന്നിട്ടും പരാതി കൊടുത്തിട്ടില്ല. അങ്ങനെ പരാതി കൊടുക്കാതിരുന്നപ്പോ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്, ഒരു ഹണ്ടിങ് ആണ്, ഒരു വോട്ടേഴ്സ് ഹണ്ടിങ് ആണ് എന്ന് മനസ്സിലായപ്പോ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതം വെച്ചുകൊണ്ട്, അയാളുടെ പൊതുപ്രവർത്തന മേഖല വെച്ചുകൊണ്ട്, അയാളുടെ വ്യക്തിത്വത്തെ വെച്ചുകൊണ്ട് ഇലക്ഷൻ ഹണ്ടിങ് നടത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ വ്യക്തിയാണ്. നിയമത്തിന്റെ വഴിക്ക് പോയി ആ നിയമ നടപടികൾ അതുപോലെ തന്നെ സ്വീകരിക്കട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്റെ ആദ്യ സ്റ്റേറ്റ്മെന്റ്, അതായത് 3 മാസം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെ അതേ സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാൻ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. അതായത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം
അയാളുടെ പൊതുപ്രവർത്തന മേഖലയിൽ ഒരു സംശുദ്ധത പൊതു ഇടത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ പൊതു ഇടത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. കാര്യം പൊതു ഇടത്തിൽ ഒരുപാട് പേർ അവരെ സമീപിക്കുന്നതാണ്. അവർക്കൊക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടത്തോടെ വിശ്വാസത്തോടെ സമീപിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുന്ന ഒരു മനോനില ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു പൊതുപ്രവർത്തകനായി ഇരിക്കാൻ പറ്റൂ. ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവും കൂടി അവർ രണ്ടുപേരും കൂടെ രാഷ്ട്രീയമായി കളിച്ചുകൊണ്ട് ഇയാളെ ട്രാപ്പിലാക്കി എന്ന് പറയാം. വേണമെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനും മറ്റുള്ളവർക്കും ഒക്കെ ബാധിക്കുകയും ചെയ്യാം. അങ്ങനെ ചില വാദഗതികളുടെ വീഡിയോകളിലൂടെ വരുന്നുണ്ട്. മറ്റൊന്നുകൂടി പറയാം, അവർ തമ്മിൽ ആ വിവാഹശേഷം ഒരുപക്ഷെ 1 മാസമോ അല്ല 1.5 മാസമോ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും വിധത്തിൽ ഒരു വല്ല പണക്കമോ കാര്യങ്ങളോ ഉണ്ടാകാമല്ലോ. 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാ. ചില ധാരണയുടെ പുറത്തൊക്കെ വരുന്നുണ്ടാകാം. ആ ധാരണകൾ എന്തൊക്കെയാണെന്ന് എനിക്കിവിടെ റിവീൽ ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം അതൊക്കെ കൗൺസിലിങ്ങിന് സ്വകാര്യമായിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ പിണങ്ങിയിരുന്നപ്പോ അതിനെ മുതലെടുത്തുകൊണ്ട്, ആ പിണക്കം മുതലെടുത്തുകൊണ്ട് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കയറി ഇടപെടുന്നു. അവരുടെ പ്രശ്നം പരിഹരിക്കാനോ മറ്റോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു സൗഹൃദത്തിന്റെ ആവശ്യമില്ലല്ലോ. ഒരുപക്ഷെ നേരത്തെ തന്നെ ആ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായിട്ടോ ഒരുപക്ഷെ രാഹുലിന് സൗഹൃദം ഉണ്ടായിരിക്കാം. എന്തായാലും അവിടെ ആ സൗഹൃദം ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെൺകുട്ടി ഒരു അഭയമായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സമീപിച്ചപ്പോഴോ ഏതായാലും അവരുടെ ആ ബന്ധം അത്ര സുഖകരമല്ലാത്ത വിധത്തിലേക്ക് പോയി എന്ന് രാഹുൽ മാങ്കൂട്ടം തന്നെ സമ്മതിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് കഴിഞ്ഞ ദിവസം കോടതി കൊടുത്തത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല രാഹുലിന്റെ പ്രവൃത്തിയോട്. അതായത് തന്നെ സമീപിച്ചിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് സമീപിച്ചിട്ടുള്ള ഒരു കേസ്, ആ കേസിൽ അതിന് ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് മാത്രമല്ല, ഗർഭിണിയാകുന്നതിന് നിർബന്ധിച്ചു എന്ന് മാത്രമല്ല, അതായത് ഒരു കുട്ടി വേണമെങ്കിൽ കുട്ടി വേണം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് നിർമ്മിച്ചു എന്നുള്ള കാര്യമല്ല പറയണത്. ഒരു കുട്ടി വേണമെന്ന് പറയാം, അതിന് നമുക്ക് കുറച്ച് ദിവസം മെനക്കെടാന്ന് പറയാം. ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് വലിയ തെറ്റാണ് അവിടെ ഉള്ളത്. അവർ തമ്മിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകാം. അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ പരിഹരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ കയറി മുതലാക്കുകയല്ല. ഇപ്പൊ ഞാൻ ഒരു ഫാമിലി കൗൺസിലറാണ്. എന്റെ മുന്നിൽ വരുന്ന കേസുകൾ എന്തെല്ലാം കേസുകൾ വരുന്നുണ്ട്. സെൻട്രോളജിയാണ് ഒരു 70% കേസുകളും സെക്ഷൽ കേസുകളാണ്, ഫെയിലിയർ കേസുകളാണ് ഈ ദാമ്പത്യ ജീവിതത്തിൽ വരുന്നത്. അതിൽ ബാക്കി കുറച്ചെണ്ണമാണ് പേഴ്സണാലിറ്റി അനാലിസിസിലൂടെ വരുന്നത്, പ്രശ്നങ്ങളിലൂടെ വരുന്നത്. പിന്നെ കുറച്ചെണ്ണം കുടുംബത്തിന്റെ ഇടപെടലുകൾ, മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള ഇടപെടലുകൾ വരുന്നുണ്ട്. പിന്നെ വളരെ വളരെ ചുരുക്കം കേസുകൾ മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയാതെ പിരിച്ചുവിടണമെന്ന കേസിൽ വരുന്നത്. 2-3% മാത്രമേ വരുള്ളൂ. ബാക്കിയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന കേസുകളാണ്. ഇവർ നമ്മുടെ മുന്നിലിരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലേ ഇതുപോലെ പരിഹരിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹരിച്ചു കൊടുത്തതുപോലെ പരിഹരിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കൗൺസിലറും കുടുങ്ങിപ്പോവും. മനസ്സിലായില്ലേ? അവരാ കാര്യങ്ങൾ പറയും. അവരുടെ വിഷമം വിശ്വസിച്ച് ഇറക്കി വെക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു സോഫ്റ്റ് കോർണർ ചെന്നിട്ട് നമുക്ക് കെട്ടിക്കളയാൻ, നമുക്ക് മുതലാക്കി കളയാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു കൗൺസിലർ ആയാലും അതൊരു പൊതുപ്രവർത്തനായാലും അവനുള്ള ഒരു പോരായ്മ തന്നെയാണെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ 100% പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഉള്ളില്ല ഒരു പൊതുപ്രവർത്തകനായി നിലനിൽക്കാൻ ആ ഒരു സാഹചര്യത്തിൽ നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റില്ല എന്നതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവിടെയും ഇപ്പോൾ ഞാൻ വീണ്ടും രാഹുലിനെ വേണ്ടിയെന്നല്ല സംസാരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു രാഷ്ട്രീയം കിടന്ന് കളിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം കൊണ്ടാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കുന്നതും, അതേ രാഷ്ട്രീയം കൊണ്ടാണ് രാഹുൽ ഈശ്വരനെ പൊക്കുന്നതും, അതേ രാഷ്ട്രീയം കൊണ്ടാണ് ഇവിടെ സന്ദീപ് വാര്യർക്കെതിരെ കേസ് വരുന്നതും എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ കേസിന്റെ ആ സംശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടി വരികയാണ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു പോയിട്ടുള്ള കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തോട് 1% പോലും യോജിക്കാൻ കഴിയില്ല. എന്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി പൊതുപ്രവർത്തകനായി ഇരിക്കാൻ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പൊതുപ്രവർത്തകനായി ഇരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലൂടെ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ ഇല്ലാതാക്കി കളയാം എന്നുള്ള മറുഭാഗത്തിന്റെ വാദമുണ്ടല്ലോ, അതും 1% പോലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് എന്നതാണ് എന്റെ നിലപാട്. Different angles. Don't forget to subscribe and support this channel.